അപ്പോൾ ബേസിക്കലി എല്ലാവർക്കും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് സ്പ്ലിറ്റൻസ്. എത്ര പേരോട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് അറിയാം, എങ്ങനെ ചേച്ചി സ്പ്ലിറ്റൻസ് മാറ്റുന്നതെന്നൊക്കെ. അപ്പോൾ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ എണ്ണ പുരട്ടുക എന്ന് വെച്ചാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ കൊടുക്കുന്നത് എണ്ണ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ എണ്ണ പുരട്ടിയ ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഹാർഷായിട്ടുള്ള ഷാമ്പൂസ് വെച്ചിട്ട് എൻസ് കഴുകാതിരിക്കുക. രണ്ടാമത് ഷാമ്പു വാഷ് കഴിയുമ്പം നന്നായിട്ട് ഹൈഡ്രേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള കണ്ടീഷണറും സെറംസും യൂസ് ചെയ്യുക. മൂന്നാമത് നമ്മളൊരു 6 to 8 വീക്സിനുള്ളിൽ നമ്മളെപ്പോഴും ഒരു മുടി അറ്റം ഒന്ന് ട്രിം ചെയ്യുന്നത് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ തടയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹാക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തെ ഹെയർ സ്റ്റൈൽസ്, നമ്മൾ ഹൈ ബൺസ് അങ്ങനെയൊക്കെ ഒന്ന് കെട്ടാതിരുന്നാൽ നമുക്ക് സ്പ്ലിറ്റൻസ് വരുന്നൊന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലത്തെ സ്പ്ലിറ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനോ കമൻസോ പറയുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഈസി ആയിട്ട് ടിപ്സും അതുപോലെ ഹാക്സും ഹെയർ കെയറിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും.